Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സി പ്രോഗ്രാം പഠിക്കുന്നതിന് മുന്നേ നമ്മൾ സി പ്രോഗ്രാമിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. അതായത് സി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് സ്റ്റെപ്പ് ആയിട്ടായിരിക്കും അതിൻ്റെ നമ്മൾ കോഡ് എഴുതുക. അതാണ് ജസ്റ്റ് പ്രൊസീജിയർ പാലിക്കുന്നത്. ഓരോ സ്റ്റെപ്പ്, അടുത്ത പ്രൊസീജിയർ അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുക. It was initially developed by Dennis Ritchie in the year 1972. ഡെന്നിസ് റിച്ച് ആണ് ഇത് 1972 ഇയറിൽ ഇനിഷ്യലി ഡെവലപ്പ് ചെയ്തത്. ഇത് മെയിൻലി നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി പ്രോഗ്രാം യൂസ് ചെയ്യുക. പക്ഷെ ഇന്ന് നമ്മൾ ഗെയിം ഡെവലപ്മെന്റ് ചെയ്യാൻ യൂസ് ചെയ്യും, എംബഡഡ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സി പ്രോഗ്രാം പറഞ്ഞാൽ നമ്മുടെ മെമ്മറി ഇല്ലേ, നമ്മുടെ സിസ്റ്റത്തിലെ മെമ്മറി ലോ ലെവലിൽ അസസ് ചെയ്യാൻ നമുക്ക് സി പ്രോഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സി പ്രോഗ്രാമിലെ സെറ്റ് ഓഫ് കീവേഡ്സ് ഉണ്ട്. അതായത് എല്ലാ പ്രോഗ്രാമിലും കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് റിസർവ്ഡ് വേർഡ്സ്. അപ്പോൾ കുറച്ച് സിംപ്ലസ്റ്റ് സെറ്റ് ഓഫ് കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നല്ല ക്ലീൻ സ്റ്റൈലായിട്ട് നമുക്ക് സി പ്രോഗ്രാം എഴുതാൻ പറ്റും. പിന്നെ കമ്പൈൽ ഡെവലപ്മെന്റ് ചെയ്യാനൊക്കെ നമ്മൾ സി പ്രോഗ്രാം യൂസ് ചെയ്യും. ഈ വേർ ഇറ്റ് ഈസ് യൂസ്ഡ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, സി പ്രോഗ്രാം ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ വേരിയസ് ഡൊമൈൻസ് ഇൻക്ലൂഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, എംബഡഡ് സിസ്റ്റം, ഗെയിം ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എവിടെ ലിനക്സ്, വിൻഡോസിന്റെ പാർട്സ്, വിൻഡോസ് ഇല്ലേ, ലിനക്സ് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതിന്റെ ഒക്കെ ലാംഗ്വേജ് നമ്മൾ സി പ്രോഗ്രാമിലാണ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ മൈക്രോ കൺട്രോളറിന്റെ ഒക്കെ കോഡ്, മൈക്രോ കൺട്രോളറിൽ എംബഡഡ് സി പ്രോഗ്രാമാണ് നമ്മൾ യൂസ് ചെയ്യുക. എംബഡഡ് സിസ്റ്റത്തിൽ അതിലും സി പ്രോഗ്രാമാണ് യൂസ് ചെയ്യുക. പിന്നെ ഗെയിം ഡെവലപ്മെന്റ്, നമ്മൾ ഗെയിം ഡെവലപ്മെന്റ് ചെയ്യാൻ സി പ്രോഗ്രാമാണ് യൂസ് ചെയ്യുക. ഗെയിമൊക്കെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഗെയിമിലിപ്പോൾ ഒരാൾ ഓടുമ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടാനായിട്ട് നമുക്ക് കാണണം. അതേപോലെ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കില്ല ഗെയിമിൽ അപ്പൊ അത്രയും സ്പീഡിലായിരിക്കണം ഗെയിം നടക്കണം. അപ്പൊ അത്രയും സ്പീഡ് ഗെയിം എൻജിൻസ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുക. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിരിക്കണം, ഫാസ്റ്റും കൺട്രോളൊക്കെ കിട്ടണം. അപ്പൊ ഗെയിം ഡെവലപ്മെന്റിലും നമ്മൾ സി ലാംഗ്വേജ് യൂസ് ചെയ്യും, C++ യൂസ് ചെയ്യും, സിയും യൂസ് ചെയ്യും. ഇനി നമുക്ക് ജനറൽ ആയിട്ട് ലാംഗ്വേജ് പറഞ്ഞാൽ എന്താ? ലാംഗ്വേജ് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഒരാളുടെ ആശയവിനിമയം നടത്തണം വിചാരിക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് ആൾക്ക് മനസ്സിലാവണം. ഓപ്പോസിറ്റ് ആൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമ്മുടെ ഒരു ആശയം കൺവേ ചെയ്യുന്നതിനാണ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളം യൂസ് ചെയ്യും, ഒരു എല്ലാവർക്കും മലയാളം അറിയാം. പക്ഷെ പുറമെ വേറെ സ്ഥലത്ത് പോയി, വേറെ സ്റ്റേറ്റിലേക്ക് പോയാൽ ഒന്നെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് സംസാരിക്കണം, അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കണം, അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ നമുക്ക് ഹിന്ദി സംസാരിച്ചാലും ചില ഏരിയയിലൊക്കെ ഹിന്ദിയാവും മതി. അപ്പൊ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയും. അപ്പൊ ഞാൻ ഒരു പ്രസന്റ് ടെൻസ്, ഐ വോക്ക് എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. അതിൽ ആദ്യത്തെ ഐ സബ്ജക്റ്റ്, പിന്നെ വോക്ക് പറഞ്ഞ എന്തിട്ടാ വെർബിന്റെ ഫസ്റ്റ് ഫോം, പിന്നെ എവരി ഡേ അത് നമ്മൾ യൂഷ്വലി എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം കൊണ്ട് പ്രസന്റ് ടെൻസിൽ നമുക്ക് ഐ വോക്ക് എവരി ഡേ നോക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഓരോ സെറ്റ് ഓഫ് വേർഡ്സ് ഇല്ലേ, അതിനെ പറഞ്ഞ പേരാണ് വൊക്കാബുലറി. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ വെക്കില്ലേ, ഗ്രാമർ ഫോളോ ചെയ്യുന്നതിനാണ് ഐ വോക്ക് എവരി ഡേ. അതിന് വരെ വോക്ക് ഐ എവരി ഡേ അങ്ങനെയല്ലല്ലോ. പ്രസന്റ് ടെൻസിൽ ഓരോ റൂൾ ഇല്ലേ, സബ്ജക്ട് പ്ലസ് V1, പിന്നെ പാസ്റ്റ് ടെൻസിലാകുമ്പോൾ സബ്ജക്റ്റില് V2 അങ്ങനെ വരുന്നു. അങ്ങനെ വെറബല്ല, കുറെ വൊക്കാബുലറി ഒരു ഓർഡറിൽ നമ്മൾ റൂള് ഫോളോ ചെയ്യുന്നതിനാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് പറഞ്ഞു നോക്കാം. ലാംഗ്വേജ് സ്റ്റൈലിസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് യൂസ് ടു കൺവേ ഇൻഫർമേഷൻ. അതാണ് ഇൻഫർമേഷൻ കൺവേ ചെയ്യാനുള്ളത്. കണ്ടെയ്ൻ സെറ്റ് ഓഫ് വേർഡ്സ് കോൾഡ് വൊക്കാബുലറി. അതായത് കുറച്ച് വേർഡ്സ് ഉണ്ടായിരിക്കും വൊക്കാബുലറി. നമ്മുടെ കൂടുതൽ വൊക്കാബുലറി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എക്സ്പ്രഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ചിലർ ബേസിക് ഇംഗ്ലീഷ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. പക്ഷെ അതേ ഇംഗ്ലീഷ് തന്നെ കുറച്ചുകൂടി വൊക്കാബുലറി ഉണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്. അവർ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. വൊക്കാബുലറി കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് എക്സ്പ്രഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ലാംഗ്വേജും കുറച്ച് റൂള് ഫോളോ ചെയ്യും. അതിന് പറയുന്നവരാണ് ഗ്രാമർ. ഇനി ഒരു ഗ്രാമറിന്റെ കമ്പോണന്റ് പറഞ്ഞ സിൻടെക്സ് പറഞ്ഞാൽ ആദ്യം ഒരു റൂൾ ഉണ്ടാവും, ഇങ്ങനെ ആയിരിക്കണം. ഇപ്പൊ ഒരു ഇംഗ്ലീഷിലാണെങ്കിൽ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഐ വോക്ക് എവരി ഡേ, ഐ സബ്ജക്ട് പ്ലസ് വെർബ്, ആ ഒരു റൂൾ ഉണ്ട്. ഇപ്പം കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഐ വാക്കിംഗ് അങ്ങനെ വയ്ക്കുക, വെർബിന്റെ ING ഫോം വയ്ക്കുക. അപ്പൊ എല്ലാത്തിനും ഒരു സിൻടെക്സ് ഉണ്ടായിരിക്കും. ആ സിൻടെക്സിന്റെ മീനിങ്, ആ സിൻടെക്സ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേർഡിന്റെ മീനിങ് ആണ് സിമാറ്റിക്സ് എന്ന് യൂസ് ചെയ്യുന്നത്. ഐ വാക്ക് എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. ഐ വാക്കിംഗ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഐ റണ്ണിങ്, ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സിൻടെക്സ് വെച്ചിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന വേർഡിന് ഒരു അർത്ഥം വരും. അതാണ് സിമാറ്റിക്സ്. റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദി മീനിങ് ഓഫ് ദോസ് സ്ട്രക്ചേഴ്സ്. ഇതാണ് ഇപ്പൊ ജനറൽ ഒരു ലാംഗ്വേജ്. ഇതേ ഫോമിനെ നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് എ ഫോമൽ ലാംഗ്വേജ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ കമ്പ്യൂട്ടർ. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തായിക്കോട്ടെ, അത് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. അപ്പൊ നമ്മുടെ വൊക്കാബുലറി, ഇംഗ്ലീഷിലുള്ള വൊക്കാബുലറി പോലെ നമ്മുടെ പ്രോഗ്രാമിങ്ങിലും കീവേഡ്സ് ഉണ്ട്.
അതായത് വൊക്കാബുലറിക്ക് പകരം നമ്മൾ ഇതിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ കീവേഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ സി പ്രോഗ്രാമിൽ ഒരു 32 കീവേഡ്സ് ഉണ്ട്. ഇഫ്, എൽസ്, ഇഫ്, അങ്ങനത്തെ വൈല്, അങ്ങനത്തെ കീവേഡ്സ് പറഞ്ഞ റിസർവ്ഡ് വേർഡ്സ് ആണ്. അത് സി പ്രോഗ്രാമിൽ നമ്മൾ വേരിയബിൾ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടില്ല. വേരിയബിൾ ഒക്കെ നമുക്ക് വരുമ്പോൾ നോക്കാം. അപ്പൊ ആ ഒരു വേർഡ്സ് അതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പ്രോഗ്രാം കുറച്ച് കൂടുതൽ എഴുതുക. പിന്നെ അതിലും റൂൾസ് ഉണ്ട്. നമ്മുടെ സി പ്രോഗ്രാമിലും കുറച്ച് റൂൾസ് ഉണ്ട്. അതാണ് ഗ്രാമർ. ജസ്റ്റ് ലൈക്ക് നാച്ചുറൽ ലാംഗ്വേജ് പോലെ തന്നെ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സിന്റാക്റ്റിക് റൂൾസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇഫ് എൽസ് കണ്ടീഷൻ എഴുതുക, വൈൽ എഴുതുക, ഡു വൈൽ കണ്ടീഷൻ, സ്വിച്ച് കേസ്, അങ്ങനെ ഓരോ കേസ് എഴുതുമ്പോൾ അതിന്റെ ഒരു സിന്റാക്റ്റിക് റൂൾസ് ഉണ്ടായിരിക്കും. ആ റൂൾസിന് എന്താണോ മീനിങ് വരിക അതാണ് സിമാൻറ്റിക് റൂൾസ്. നമ്മൾ എഴുതുന്ന ഇഫ് എൽസ് കണ്ടീഷൻ, പിന്നെ വൈല്, ആ സിന്റാക്റ്റിക് റൂൾസ് വെച്ചിട്ടുള്ള അതിന്റെ മീനിങ് ആണ് നമ്മുടെ മെഷീൻസ് മനസ്സിലാവും. ഇനി നമ്മുടെ സി പ്രോഗ്രാമിന്റെ ഫീച്ചേഴ്സ്. സി പ്രോഗ്രാം പറഞ്ഞ ഒരു പവർഫുൾ ലാംഗ്വേജ് ആണ്, വൈഡ്ലി യൂസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ പ്രൊസീജിയർ ലാംഗ്വേജ്. നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ആണ്. നമുക്കൊരു പ്രോബ്ലം കിട്ടിയിരിക്കും. അപ്പൊ നമ്മൾ ഒറ്റയടിക്കാണ്ട് വിഴുങ്ങാൻ നോക്കില്ല. നമ്മൾ ഒറ്റയടിക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കും. ആ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻസ്. നമ്മൾ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഒരേ കാര്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ഉണ്ടാക്കും. ആ ആവശ്യം വരുമ്പോൾ ആ ഫംഗ്ഷൻ ഇങ്ങനെ കോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് ഒരേ കോഡ് വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്കൊരു നമ്പർ ഇപ്പൊ ഈവൻ സംഖ്യ ആണെന്ന് അറിയണം. അപ്പൊ ഈവൻ സംഖ്യ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻസ് എഴുതുക. ആ ഫംഗ്ഷൻ നിന്ന് റിട്ടേൺ വാല്യൂ നമ്മൾ കിട്ടുന്ന തരത്തിൽ പ്രോഗ്രാം എഴുതും. നമുക്ക് എപ്പോഴൊക്കെയാണ് ഈവൻ സംഖ്യ ചെക്ക് ചെയ്യേണ്ടത് ആ സമയത്തൊക്കെ നമുക്ക് ആ ഫംഗ്ഷൻ വിളിച്ചാൽ മതി. അപ്പൊ ഏത് നേരം നമ്മൾ വീണ്ടും വീണ്ടും ഈവൻ സംഖ്യ ചെക്ക് ചെയ്യാൻ കോഡ് ചെയ്തേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് നമുക്ക് ഈവൻ സംഖ്യ വരിക ആ സമയത്ത് ആ ഫംഗ്ഷൻ കോഡ് ചെയ്താൽ മതി. അപ്പൊ അതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ആണ്. നമ്മൾ അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. പിന്നെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻസി പ്രോഗ്രാം കമ്പയർഡ് ടു മെഷീൻ ലെവൽ കോഡ് മേക്കിംഗ് ദം എക്സ്ട്രീംലി ഫാസ്റ്റ് ആൻഡ് മെമ്മറി എഫിഷ്യന്റ്. നമ്മുടെ സി പ്രോഗ്രാം ഫാസ്റ്റും എഫിഷ്യന്റ് ആണ്. നമ്മുടെ മെമ്മറി എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് സി പ്രോഗ്രാമിന്റെ. നമ്മുടെ സിസ്റ്റത്തിലെ മെമ്മറി അത് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സിസ്റ്റം ലെവൽ പ്രോഗ്രാമിന് നമ്മുടെ സി പ്രോഗ്രാം വളരെ നല്ലതാണ്. പിന്നെ മോഡുലാരിറ്റി അലോസ് യു ടു ഡിവൈഡ് പ്രോഗ്രാംസ് ഇൻ ടു ഫംഗ്ഷൻസ് ഓർ മോഡ്യൂൾസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ വലിയ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു വലിയ പ്രോഗ്രാമിന്റെ ഒറ്റ കോഡ് എഴുതുന്നതിന് പകരം ആ പ്രോഗ്രാം നമ്മൾ സബ് ഡിവൈഡ് ചെയ്യും. ആ പ്രോഗ്രാമിൽ തന്നെ ചെറിയ 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 ഫംഗ്ഷൻസ് ആക്കിയിട്ട് എവിടെയൊക്കെ നമുക്ക് ഫംഗ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഫംഗ്ഷൻസ് ചെയ്യും. ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻസ് വിളിക്കും. അപ്പൊ ആ ഫംഗ്ഷൻസ് തന്നെ നമുക്ക് വീണ്ടും ആവശ്യം വന്നാൽ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് അലോസ് യു ടു ഡിവൈഡ് പ്രോഗ്രാംസ് ഇൻ ടു ഫംഗ്ഷൻസ് ഓർ മോഡ്യൂൾസ് മേക്കിംഗ് ദി കോഡ് ഓർഗനൈസ്ഡ് റീയൂസബിൾ ആൻഡ് ഈസി ടു ഡീബഗ്. നമ്മൾ ഫംഗ്ഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് പോർഷനിലാണ് നമുക്ക് എറർ മനസ്സിലാൻ പറ്റും. ഒരു ഫംഗ്ഷന്റെ അകത്താണെങ്കിൽ ആ ഫംഗ്ഷൻ മാത്രം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഫംഗ്ഷന്റെ അപ്പോൾ 8-10 ലൈനാണല്ലോ അല്ലെങ്കിൽ ഒരു 15 ലൈനാണെങ്കിൽ ആ 15 ലൈൻസ് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി എവിടെയാണ് എറർ എന്നത്. ഫംഗ്ഷൻ ഇല്ലാണ്ട് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതാണെങ്കിൽ നമുക്ക് എറർ കിട്ടിയാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. എവിടെയാണ് എറർ ഡീബഗ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതാണ് നമ്മൾ ഒരു പ്രോഗ്രാം നന്നായി ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആക്കിയിട്ട് നല്ല രീതിയിൽ വേറൊരാൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിൽ നമ്മൾ പ്രോഗ്രാം എഴുതാം. അപ്പോൾ വേറൊരാൾക്ക് നമ്മൾ നമ്മുടെ പ്രോഗ്രാം അയച്ചു കൊടുത്താൽ ആൾക്കും മനസ്സിലാവും. അപ്പൊ അല്ല നമുക്കും മനസ്സിലാവാൻ ഫംഗ്ഷൻസ് ആയിട്ട് എഴുതുന്നത് നല്ലത്. കാരണം നമ്മളൊരു പ്രോഗ്രാം ഇപ്പോൾ എഴുതി കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ആയിട്ട് എഴുതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ സ്റ്റാറ്റിക്കലി ടൈപ്പ്ഡ് എവറി വേരിയബിൾ മസ്റ്റ് ബി ഡിക്ലെയർഡ് വിത്ത് ഡാറ്റ ടൈപ്പ് ബിഫോർ യൂസ്. അതായത് നമ്മളിപ്പോൾ സി പ്രോഗ്രാമിൽ ഒരു ഇൻഡിജർ വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം. നമ്മൾ കമ്പ്യൂട്ടർ അറിയിക്കണം ഞാനൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വേരിയബിളിന്റെ നെയിം നമ്പർ 1. പക്ഷെ നമ്പർ 1 എന്ന് വെറുതെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ പോരാ, ഇൻഡിജർ നമ്പർ 1. ഇൻഡിജറിന്റെ സി പ്രോഗ്രാമിലെ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ഇൻറ്റ്. അപ്പൊ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റ് നമ്പർ 1 ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. പിന്നെ സെമിക്കോളം വേണം. നമ്മൾ സി പ്രോഗ്രാമിലെ ഏതൊരു ലൈനും ടെർമിനേറ്റ് ചെയ്യുക സെമിക്കോളം വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ വേരിയബിൾ മസ്റ്റ് ബി ക്ലിയർഡ് വിത്ത് ഡാറ്റ ടൈപ്പ് ബിഫോർ യൂസ്. അപ്പൊ നമ്മളൊരു ക്യാരക്ടർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ക്യാരക്ടർ പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം. നമുക്ക് പോയിന്റ് പറഞ്ഞിട്ടുള്ള വാല്യൂ 2.5, 3.6 അങ്ങനത്തെ ഒരു വാല്യൂസ് ആണ് വേണ്ടെങ്കിൽ ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം. അതാണ് സ്റ്റാറ്റിക്കൽ ടൈപ്പ് എന്നുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ദിസ് ഹെൽപ്സ് കാച്ച് എറേഴ്സ് ഡ്യൂറിംഗ് കമ്പൈലേഷൻ, ഇംപ്രൂവ് റിയലബിലിറ്റി. അപ്പൊ കമ്പയർ ടൈമിൽ തന്നെ വല്ല എറർ ഉണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാവാതെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ് സി പ്രോഗ്രാം. സോ ഡെവലപ്ഡ് ഫോർ സിസ്റ്റം പ്രോഗ്രാമിംഗ്. ഡെവലപ്പ് ചെയ്തത് സിസ്റ്റം പ്രോഗ്രാമിനാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ. പക്ഷെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ബിൽഡ് എവറിത്തിങ് ഫ്രം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു കമ്പൈലേഴ്സ് ടു ഗെയിംസ്. അതിപ്പോ നമ്മൾ ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗെയിം ഡെവലപ്മെന്റ് ചെയ്യാൻ യൂസ് ചെയ്യും, എംബഡഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യും. അപ്പൊ എല്ലാത്തിനും നമ്മൾ സി പ്രോഗ്രാം യൂസ് ചെയ്യും. പിന്നെ റിച്ച് സെറ്റ് ഓഫ് ബിൽറ്റ് ഇൻ ഓപ്പറേറ്റേഴ്സ്. അതായത് സി സപ്പോർട്ട്സ് എ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ്. അതായത് അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യും, പ്ലസ്
മൈനസ്, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലാരിറ്റി, മോഡുലസ്, അങ്ങനത്തെ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ആൻഡ് കൊണ്ടുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്യും, ഓർ, പിന്നെ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും, റിലേഷണൽ ഓപ്പറേറ്റർ. അപ്പോൾ കുറെ ഓപ്പറേഷൻ നമ്മുടെ സി തന്നെ ഉണ്ട്. നമുക്ക് നന്നായി കൂടുതൽ പ്രോഗ്രാംസ്, നമുക്ക് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ചെയ്യാൻ നമുക്കിത് യൂസ്ഫുൾ ആണ്. പിന്നെ ലൈബ്രറീസ് വിത്ത് റിച്ച് ഫംഗ്ഷൻസ്. സിയിലും കുറെ ലൈബ്രറീസ് ഉണ്ട്. ലൈബ്രറി പറഞ്ഞാൽ stdio.h, അതിലാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ, പ്രിന്റ്എഫിന്റെ സ്കാൻഎഫിന്റെ ഒക്കെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഒക്കെ ഉള്ളത് ഈ ഹെഡർ ഫയലിലാണ്. പിന്നെ math.h ഹെഡർ ഫയലിലാണ് മാത്തിന്റെ റൂട്ട് അങ്ങനത്തെ ഹെഡർ ഫയൽ ഉള്ളത്. പിന്നെ std ലൈബ്രറി .h, അങ്ങനെ കുറെ ഹെഡർ ഫയൽസ് ഉണ്ട്. അപ്പോൾ ഒരു ഹെഡർ ഫയലിൽ തന്നെ കുറെ ഫംഗ്ഷന്റെ ഡിക്ലറേഷൻ പിന്നെ മാക്രോ ഡെഫിനിഷൻ ഒക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാനും ഇതിനൊക്കെ stdio.h ആണ് യൂസ് ചെയ്യാൻ. നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ ബാക്കിയുള്ള ലൈബ്രറീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മിഡിൽ ലെവൽ ലാംഗ്വേജ് ആണ് സി പ്രോഗ്രാം. അതായത് കമ്പൈൻസ് ദി ബെസ്റ്റ് ഓഫ് ബോത്ത് വേർഡ്സ്. അത് ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. രണ്ടിന്റെയും നമുക്ക് സി പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റും. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഈ സിൻഡെക്സ്, അതായത് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സിൻഡെക്സ്, സ്ട്രക്ചേർഡ് കോഡ്, അത് നമ്മുടെ സി പ്രോഗ്രാമിലുണ്ട്. പിന്നെ ലോ ലെവൽ അസസ് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ പോയിന്റർ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ മെമ്മറി നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് മെമ്മറി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പോയിന്റർ പറഞ്ഞാൽ ഒരു വേരിയബിളിന്റെ അഡ്രസ് നമുക്ക് വരുമ്പോൾ നോക്കാം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഹൈ ലെവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ലോ ലെവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ കമ്പൈൻ ആയിട്ടുള്ള മിഡിൽ ലെവൽ ലാംഗ്വേജ് ആയിട്ടാണ് സീനെ കാണിക്കുക. പിന്നെ പോർട്ടബിലിറ്റി. സി പ്രോഗ്രാം ക്യാൻ ബി കമ്പൈൽഡ് ആൻഡ് റൺ ഓൺ മെനി ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് വിത്ത് മിനിമൽ ഓർ നോ ചേഞ്ചസ്. അതായത് നമുക്ക് സി പ്രോഗ്രാം എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന് പോർട്ടബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ ഈസി ടു എക്സ്റ്റെൻഡ്. യു ക്യാൻ ഈസിലി ആഡ് ന്യൂ ഫീച്ചേഴ്സ്, ലൈബ്രറീസ് ഓർ മോഡ്യൂൾസ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് അസംബ്ലി ഓർ അതർ ലാംഗ്വേജ് ഫോർ. നമുക്ക് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും സി ലാംഗ്വേജ് വേറെ ലാംഗ്വേജ്. പിന്നെ ഇറ്റ് ഈസ് എ ഫ്രീ ഫോർമാറ്റഡ് ലാംഗ്വേജ്. സ്പേസിംഗ് ആൻഡ് ലേഔട്ട്സ് ആർ ഫ്ലെക്സിബിൾ. അതായത് നമുക്ക് ഇന്ന റൂൾസ് ഫോളോ ആണ് എന്നില്ല. അതായത് തോന്നിയ പോലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമ്മളൊരു റൂൾസ് ഫോളോ ചെയ്യണം നല്ലത്. അതായത് ഇപ്പൊ സി പ്രോഗ്രാമിൽ ഒരു എക്സാമ്പിൾ പ്രിന്റ് ഓഫ് ഹായ് ഹൗ ആർ യു, ഇത് ജസ്റ്റ് ഞാൻ പ്രിന്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ഹായ് ഹൗ ആർ യു എന്ന് എഴുതും. ഇനി അടുത്ത പ്രിന്റ് ഓഫ് നമ്മൾ അടിയിലാണ് എഴുതുക, കാണാൻ ഭംഗിക്കുക. അതിന് പകരം വേണമെങ്കിൽ ഇവിടെ തന്നെ എഴുതാം. ഒരു ഓർഡർ ഒന്നും വേണമെന്നില്ല, ഫ്രീ ഫോർമാറ്റഡ് ആണ്, സ്പേസിംഗ് വേണമെന്നില്ല. ഹൗ എന്നിട്ടു കുറച്ചുകൂടെ സ്പേസ് ഇട്ടു. ഞാൻ ജസ്റ്റ് സെമിക്കോളൻ ഇട്ടു, കണ്ട ജസ്റ്റ് റൺ ചെയ്തു. അപ്പൊ റൺ ചെയ്തപ്പോ കണ്ട അതിന്റെ ആൻസർ ഹായ് ഹൗ ആർ യു, പിന്നെ വീണ്ടും ഹൗ പ്രിന്റ് ചെയ്തു. നമുക്ക് ഇന്ന രീതിയിൽ സ്പേസ് ഒന്നും കൊടുക്കാൻ എല്ലാം കൂടി ടോട്ടൽ ലൈനിൽ വേണമെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും. കണ്ട ഇപ്പൊ ഇങ്ങനെ എഴുതണം. ഇപ്പൊ ഒരു കാണുമ്പോൾ നമുക്ക് ഒരു ഭംഗിയില്ല, കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല, ഒരു വൃത്തിയില്. പക്ഷെ ഇങ്ങനെ എഴുതിയാലും സി പ്രോഗ്രാം വർക്കാവും. കണ്ട ഹായ് ഹൗ ആർ യു ഹൗ. പിന്നെ ഓർഡറിൽ നമുക്ക് എഴുതുന്നില്ല. അതായത് ബ്രാക്കറ്റ് ഇട്ട് സ്പേസ് കൊടുക്കണം, പ്രിന്റ് എഫിന് മുന്നേ സ്പേസ് കൊടുക്കണം, അങ്ങനെ ഒരു ഓർഡർ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാൻ പറ്റും. പക്ഷെ നമുക്ക് വേറെ ആൾക്ക് കോഡ് കണ്ടാൽ മനസ്സിലാവണ്ടേ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതിയാൽ ബാക്കിയുള്ളവർക്ക് കോഡ് കണ്ടാൽ മനസ്സിലാവില്ല. ബാക്കിയുള്ളവർക്ക് മാത്രമല്ല നമുക്ക് തന്നെ കോഡ് കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടേ. അപ്പൊ അതിന് നമ്മളൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാണ് എഴുതുക. കുറച്ച് ഇവിടുന്ന് സ്പേസ് കൊടുക്കും, ബ്രാക്കറ്റ് കഴിഞ്ഞു, അതിനുശേഷം കുറച്ച് സ്പേസ് കൊടുത്തതിന് ശേഷമാണ് ഒരു ടാബിന്റെ സ്പേസ് കൊടുത്തതിന് ശേഷം അടുത്ത പ്രിന്റ് എഫ്, പിന്നെ വീണ്ടും ഒരു ടാബിന്റെ സ്പേസ്. അപ്പൊ അങ്ങനെ എഴുതുമ്പോഴാണ് കാണുമ്പോൾ ഒരു വൃത്തി. അതാണ് ആ ഒരു വേർഡിന്റെ മീനിങ്. അതായത് ഇറ്റ് ഈസ് എ ഫ്രീ ഫോർമാറ്റഡ് ലാംഗ്വേജ്. സ്പേസിംഗ് ആൻഡ് ലേഔട്ട് ഓഫ് ഫ്ലെക്സിബിൾ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ സിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്.